സൈൻ തീറ്റ സൈൻ 60 മൈനസ് തീറ്റ സൈൻ 60 പ്ലസ് തീറ്റ 1/4 സൈൻ 3 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. കോസ് തീറ്റ കോസ് 60 മൈനസ് തീറ്റ കോസ് 60 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് 1/4 കോസ് 3 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ടാൻ തീറ്റ ടാൻ 60 മൈനസ് തീറ്റ ടാൻ 60 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ 3 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. കൊസീക് തീറ്റ കൊസീക് 60 പ്ലസ് തീറ്റ കൊസീക് 60 മൈനസ് തീറ്റ എന്ന് പറയുന്നത് 4 കൊസീക് 3 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. കോട്ട് തീറ്റ കോട്ട് 60 പ്ലസ് തീറ്റ കോട്ട് 60 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോട്ട് 3 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. സീക് തീറ്റ സീക് 60 മൈനസ് തീറ്റ സീക് 60 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് 4 സീക് 3 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. സൈൻ 50 ഡിഗ്രി സൈൻ 45 ഡിഗ്രി സൈൻ 75 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ 3 തീറ്റകൾ ആദ്യം ശ്രദ്ധിക്കുക. ഇവരെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഞാൻ ആദ്യം 50 ഡിഗ്രി എഴുതി 45 ഡിഗ്രി 75 ഡിഗ്രി. ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത് 60 ഡിഗ്രി മൈനസ് 50 ഡിഗ്രിയാണ്. ഈ 75 ഡിഗ്രി എന്ന് പറയുന്നത് 60 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ആണ്. ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാണ്. സൈൻ 50 ഡിഗ്രി സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 60 ഡിഗ്രി മൈനസ് 50 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പോൾ 60 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി. ഇനി സൈൻ 75 ഡിഗ്രി എന്ന് പറയുന്നത് 60 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. 60 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യനെ മാറ്റി എഴുതി. ഇപ്പോൾ ഞാൻ 50 ഡിഗ്രിക്ക് തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ സൈൻ 60 മൈനസ് തീറ്റ സൈൻ 60 പ്ലസ് തീറ്റ എന്ന് വരും. ഇങ്ങനെ ഒരു ഫോമിൽ ഇക്വേഷൻ വരാണെങ്കിൽ, അതായത് സൈൻ തീറ്റ സൈൻ 60 മൈനസ് തീറ്റ സൈൻ 60 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് 1/4 സൈൻ 3 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഫോം വീണ്ടും അടിയിലേക്ക് എഴുതാൻ പോവാണ്. ഈ ഫോം ഇട്ടാ സൈൻ 50 ഡിഗ്രി സൈൻ 60 മൈനസ് 50 ഡിഗ്രി സൈൻ 60 പ്ലസ് 50 ഡിഗ്രി. രണ്ടും ഒരേ ഫോമിലാണ്. അപ്പോൾ ഇതേ ഫോമിൽ തന്നെയാണ് ഈ ഇക്വേഷൻ വന്നുള്ളത്. തീറ്റ 16 മൈനസ് തീറ്റ ആൻഡ് സൈൻ 60 പ്ലസ് തീറ്റ 60 പ്ലസ് 50. അങ്ങനെയാവുമ്പോൾ ഇതേ ഫോമിൽ വന്ന കാരണം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആയിരിക്കും. അതായത് 1/4 സൈൻ 3 തീറ്റ. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്താവുന്നുള്ളത് 15. അപ്പോൾ 3 × 15. അപ്പോൾ നമുക്കിത് എഴുതാം 1/4 സൈൻ 3 × 15 എന്ന് പറയുന്നത് സൈൻ 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 ആണ്. ഇൻറ്റു സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 1 ഡിവൈഡഡ് ബൈ 4 × √2. പക്ഷെ ഈ ഒരു ആൻസർ ഈ ഓപ്ഷൻസിൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 1/4√2നെ ഒപ്പം ന്യൂമറേറ്ററിൽ ഒരു √2 കൊണ്ട് ഇൻറ്റു ചെയ്തു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും ഒരു √2നോട് ഇൻറ്റു ചെയ്തു. അപ്പോൾ √2 ഡിവൈഡഡ് ബൈ 4 × √2 × √2 എത്രയാണ്? 2. √2 ഡിവൈഡഡ് ബൈ 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8.
അപ്പൊ ഈ ആൻസർ ഈ ഓപ്ഷൻസിലുണ്ടോ നോക്കിയേ. ഓപ്ഷൻ സി ഈ ആൻസർ ആയിട്ട് നല്ല മാച്ച് ഉണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ദ വാല്യൂ ഓഫ് tan 20 ഡിഗ്രി, tan 80 ഡിഗ്രി, cot 50 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് tan 20 ഡിഗ്രി, tan 80 ഡിഗ്രി, cot 50 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2 ടാനും ഉണ്ട്, ഒരു കോട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കോട്ടിന്റെ ടേമിനെ ടാൻ ആക്കാൻ നോക്കാം. അപ്പോൾ tan 20 ഡിഗ്രി, tan 80 ഡിഗ്രി, cot 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി. അപ്പോൾ cot 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി എന്തിന് ഈക്വൽ ആണ്? cot 50 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പോൾ cot 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുന്നത് tan തീറ്റയ്ക്ക് ഈക്വൽ ആണ്. cot 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി എന്ന് പറയുന്നത് tan 40 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പോൾ tan 20 ഡിഗ്രി, tan 80 ഡിഗ്രി, cot 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി tan 40 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? cot 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് tan 40 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ഈ 3 ആംഗിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ആദ്യം 20 ഡിഗ്രി ഉണ്ട്, പിന്നെ 80 ഡിഗ്രി ഉണ്ട്, പിന്നെ 40 ഡിഗ്രി ഉണ്ട്. ഈ 20നായിട്ട് ഈ 18നും 40നും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ 60 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി ആണ് എന്ത്? 80 ഡിഗ്രി. പിന്നെ 60 ഡിഗ്രി മൈനസ് 20 ഡിഗ്രി ആണ് എന്ത്? 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിനെ ഈ രീതിയിൽ മാറ്റി എഴുതാം. tan 20 ഡിഗ്രി tan 60 പ്ലസ് 20 ഡിഗ്രി tan 60 ഡിഗ്രി മൈനസ് 20 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ കുറച്ച് ഇക്വേഷൻസ് കാണിച്ചതിൽ ഇതേ മോഡലിൽ വരുന്ന ഒരു ടാൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. tan തീറ്റ tan 60 പ്ലസ് തീറ്റ tan 60 മൈനസ് തീറ്റയുടെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? എപ്പോഴും tan 3 തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതേ ഫോമിലല്ലേ മുകളിലത്തെ ഇക്വേഷൻ വന്നുള്ളേ. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? tan ഇതിലെ തീറ്റ എന്താണ്? 20 ഡിഗ്രിയാണ്. അപ്പോൾ 3 തീറ്റ എന്ന് പറയണം. അപ്പോൾ 3 × 20 ഡിഗ്രി. അപ്പോൾ ഈ ഫോമിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? tan 3 × 20 ഡിഗ്രി. അപ്പോൾ tan 3 × 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? tan 60 ഡിഗ്രി. tan 60 ഡിഗ്രി എന്തിന് ഈക്വൽ ആണ്? √3ക്ക് ഈക്വൽ ആണ്. സോ √3 ആൻസർ വരുന്ന വല്ല ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. ഓപ്ഷൻ എ ഈ ആൻസർ ആയി നല്ല മാച്ച് ഉണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ.